നാക്ക് പൊക്കാൻ പറഞ്ഞു, നോക്കിയപ്പോൾ നാക്ക് പൊങ്ങൂല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതങ്ങ് മുറിച്ച് കളയണം, കൊച്ചിനൊരു ടങ് ടൈ ഉണ്ട്, ഒരു കെട്ടുണ്ട് നാവിൻ്റെ അടിയിൽ, മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അപ്പച്ചൻ അത് സമ്മതിച്ചില്ല. അവൻ അങ്ങനെ ഒരു കുറവുണ്ട്, ഇരിക്കട്ടെ എന്നായിരുന്നു. എന്തോ അന്നത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ പിതാവ് സമ്മതിച്ചില്ല. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഡോക്ടർ ഇലങ്കം എന്നായിരുന്നു, തിരുവനന്തപുരംകാരനായിരുന്നു അദ്ദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു. അദ്ദേഹം എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുട്ടി, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയ കുറവുണ്ട്, അത് നീ തിരിച്ചറിയുക, അതറിയുക, എന്നിട്ട് അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം നീ നടത്തണം. അപ്പോൾ ഇങ്ങനെ അത് നീ മിടുക്കനാണ്, നീ സംസാരിച്ച് ശരിപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞു. ഞാനതൊരു ചലഞ്ചായിട്ട് എടുത്ത് എൻ്റെ ആ ഒരു പരിമിതിയെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, എൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ട് നാട്ടിൽ. അവരെല്ലാവരെയും ഞാനൊരു ബാലജനസഖ്യം ആയിട്ട് സംഘടിപ്പിച്ചു. മലയാള മനോരമയുടെ ഒരു ബാലജനസഖ്യത്തിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കി. ഈ പിള്ളേർക്കെല്ലാം അവരെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങളുടെ വീടിൻ്റെ പ്രവേശത്തുള്ള മലയുടെ മുകളിൽ, ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു മലയുടെ ഒരു അന്തരീക്ഷം, പശ്ചാത്തല ഭൂമിക, അവിടെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരു പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ഓരോ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കും, തോന്നുന്നതൊക്കെ പ്രസംഗിക്കും.